ഓക്കെ, നമുക്ക് ഇനി ഓവർ ടൈമിലെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനീസ് ബേസിക് വേജ് റേറ്റ് ഈസ് ₹3 per hour ആൻഡ് ഇറ്റ്സ് ഓവർ ടൈം റേറ്റ്സ് ആർ. അതായത് ഒരു കമ്പനിയിലെ ബേസിക് വേജ് റേറ്റ് പെർ അവറിൽ വരുന്ന ബേസിക് വേജ് റേറ്റ് എന്ന് പറയുന്നത് ₹3 ആണ്. അതിൽ ഓവർ ടൈം റേറ്റ്സ് ആണ് താഴെ പറയുന്നത്. ഫസ്റ്റ് ഈവനിങ്ങിലാണ് ഓവർ ടൈം എടുക്കണമെന്നുണ്ടെങ്കിൽ ടൈം ആൻഡ് 1/3, അതായത് ടൈം റേറ്റിൻ്റെ കൂടെ നമുക്ക് എന്ത് കൂടെ കിട്ടുന്നുണ്ട്, പ്ലസ് 1/3 കൂടെ കിട്ടുന്നുണ്ട്. ദെൻ വീക്കെൻഡിലാണെന്നുണ്ടെങ്കിൽ ഡബിൾ ടൈം ആയിരിക്കും, എക്സ്ട്രാ ഡബിൾ ആയിട്ടായിരിക്കും അവിടെ പേയ്മെൻറ്റ് നടത്തുന്നത്. ഇനി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ദ ഫോളോയിങ് ഹവേഴ്സ് വർ വർക്ക്ഡ്. പ്രീവിയസ് ഇയറിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹവേഴ്സാണ് അവിടെ താഴെ തന്നിട്ടുള്ളത്. നോർമൽ ടൈം എന്ന് പറയുന്നത് 2,20,000 ഹവേഴ്സാണ്. ടൈം പ്ലസ് 1/3 എന്ന് പറയുന്നത് 20,000 ഹവേഴ്സാണ്. അതുപോലെ ഡബിൾ ടൈം എന്ന് പറയുന്നത് 10,000 ഹവേഴ്സാണ്. ദെൻ ദ ഫോളോയിങ് ടൈംസ് ഹാവ് ബീൻ വർക്ക്ഡ് ഓൺ ദീസ് ജോബ്സ്. നീ താഴെ കുറച്ച് 3 ടൈപ്സ് ഓഫ് ജോബ്സ് വന്നിട്ടുണ്ട്. അതിൽ നോർമൽ ടൈം എന്ന് പറയുന്നത് ജോബ് എക്സിൻ്റെ നോർമൽ ടൈം 3,000, ജോബ് വൈ 5,000 ആൻഡ് ജോബ് സെഡ് 4,000. ഇനി ഈവനിങ് ഓവർ ടൈം ആകുമ്പോൾ എക്സിൻ്റെ 300, വൈ 600, സെഡ് 1,050. ദെൻ വീക്കെൻഡ് ആൻഡ് ഓവർ ടൈം അതിൽ എക്സ് 100, വൈ 50 ആൻഡ് സെഡ് 300. You are requested to calculate the labor cost chargeable to each job in each of the following circumstances. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, താഴെ കൊടുത്തിരിക്കുന്ന സിറ്റുവേഷൻ സർക്കംസ്റ്റാൻസസിനനുസരിച്ചിട്ട് ഓരോ ജോബിനും വരുന്ന ലേബർ കോസ്റ്റ് എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിറ്റുവേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വെർ ഓവർ ടൈം ഈസ് വർക്ക്ഡ് റെഗുലർലി ത്രൂ ഔട്ട് ദ ഇയർ ആസ് കമ്പനി പോളിസീസ് ഡ്യൂ ടു ലേബർ ഷോർട്ടേജ്. ലേബർ ഷോർട്ടേജ് കാരണം കമ്പനി പോളിസീസ് പറയുകയാണ് ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ എന്ത് ചെയ്യണം, ഓവർ ടൈം എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ലേബർ കോസ്റ്റ് വരിക നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ സെക്കൻഡ് സിറ്റുവേഷൻ എന്താണ്, വേർ ഓവർ ടൈം ഈസ് വർക്ക്ഡ് ഇറഗുലർലി ടു മീറ്റ് ദ സ്പാസ്മോഡിക് പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സ്. എന്താണ് പറഞ്ഞത്, നമ്മൾ ഇറഗുലർലി ആയിട്ട് നമുക്ക് എന്തെങ്കിലും സീസണൽ ഫ്ലക്ച്വേഷൻ, സീസൺ കാരണം നമുക്ക് ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇറഗുലർലി എപ്പോഴും നമുക്ക് ഓവർ ടൈം എടുക്കണ്ട, ഇറഗുലറായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓവർ ടൈം എടുത്താൽ മതി. അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യുക, അതായത് ലേബർ കോസ്റ്റ് എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്നുള്ളത്. ദെൻ വേർ ഓവർ ടൈം ഈസ് വർക്ക്ഡ് സ്പെസിഫിക്കലി അറ്റ് ദ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ടു എക്സ്പെഡിറ്റ് ഡെലിവറി. അതായത് കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഓവർ ടൈം എടുക്കണം. കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് പ്രകാരം നമ്മൾ എന്തെങ്കിലും പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഓവർ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കണം ലേബർ കോസ്റ്റ് ചാർജ് ചെയ്യുക എന്നുള്ളത്. ഈ 3 സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓവർ ടൈം ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് പറയുന്നു. പറഞ്ഞില്ല, അതിൽ നമ്മൾ പറഞ്ഞിരിക്കുക 3 സിറ്റുവേഷനുണ്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതിൽ ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ റെഗുലർലി വർക്ക് ചെയ്യുമ്പോൾ റെഗുലർലി ഓവർ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറഗുലർലി ആണ് ഓവർ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ, ദെൻ ലാസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഓവർ ടൈം എടുക്കണം. ഈ സിറ്റുവേഷനിലൊക്കെ എങ്ങനെയായിരിക്കണം നമ്മൾ ലേബർ കോസ്റ്റ് ചാർജ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ബേസിക് റേറ്റ് പെർ അവറിൽ വരുന്ന ബേസിക് റേറ്റ് ₹3 ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ ഈവനിങ് ഓവർ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഈവനിങ് ഓവർ ടൈം ആൻഡ് 1/3 നമുക്ക് തന്നിട്ടുള്ള ടൈം റേറ്റ് പ്ലസ് അതിൻ്റെ കൂടെ എന്താണ് 1/3. അതായത് നമുക്ക് ടൈം ബേസിക് റേറ്റ് പറയുന്നത് 3 ആണ്, പ്ലസ് 1/3 എന്ന് പറയുമ്പോൾ എത്ര വരും, ₹4 ആണ് ഈവനിങ് ഓവർ ടൈമിൽ വരുന്നത്. പിന്നെ വീക്കെൻഡ് ആൻഡ് ഓവർ ടൈമിൽ വരുന്നത് എത്രയായിരിക്കും, അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഡബിൾ ടൈം എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോർമൽ റേറ്റിന് ഡബിൾ ടൈം എന്ന് പറയുമ്പോൾ 3 ആണ് നോർമൽ റേറ്റ്, ഇൻറ്റു 2, ഡബിൾ എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും, ₹3 ആണ് എന്ത് വരുന്നത്, വീക്കെൻഡിൽ വരുന്ന ഓവർ ടൈമിൽ. ഈ വീക്കെൻഡിൽ ഓവർ ടൈമിൽ നമുക്ക് കിട്ടുന്ന വേജ് റേറ്റ് ബേസിക് റേറ്റ്, അതായത് റേറ്റ് പെർ അവറിൽ കിട്ടുന്ന റേറ്റ് എത്രയാണ്, ₹6 ആണ്. അപ്പോൾ ബേസിക് റേറ്റ് 3 ആണ്, ഈവനിങ് ഓവർ ടൈം എടുത്താൽ 4 കിട്ടും, വീക്കെൻഡിൽ ഓവർ ടൈം എടുത്താൽ ₹6 കിട്ടും. അപ്പോൾ നമുക്ക് അത്രയും കിട്ടി. ഇനി പറയാനുള്ളത് ആനുവൽ വേജസ് ഓഫ് പ്രീവിയസ് ഇയറിലെ ആനുവൽ വേജസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതായത് ആനുവൽ വേജസ് അല്ല, നമുക്ക് തന്നിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ഹവേഴ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, ആവറേജ് ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കണം. അതിൽ നോർമൽ ടൈം നമുക്ക് തന്നിട്ടുണ്ട് 2,20,000 ആണ് നോർമൽ റേറ്റ്. അപ്പോൾ നോർമൽ റേറ്റ് 2,20,000 എന്ന് പറയുമ്പോൾ അതിൽ പെർ അവർ നമുക്ക് കിട്ടുന്ന റേറ്റ് എത്രയാണ്, ₹3 ആണ്. സോ അത് മൾട്ടിപ്ലൈ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, 6,60,000 ആണ് വരുന്നത്. ദെൻ ഈവനിങ് ഓവർ ടൈം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ഈവനിങ് ഓവർ ടൈം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്,
20,000 ആണ് അല്ലേ. 20,000 എന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് 20,000 എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു ഈവനിങ് ഓവർ ടൈം എടുത്താൽ വരുന്നത് ₹4 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ 2,20,000 ഹവേഴ്സ് അറ്റ് ₹4 പെർ അവർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ 20,000 × 4 ചെയ്യുമ്പോൾ 80,000 ആണ് അവിടെ വരുന്നത് ഈവനിങ് ഓവർ ടൈം. ദെൻ വീക്കെൻഡ് ഓവർ ടൈം എന്ന് പറയുന്നത് 10,000 ആണ്. അതിൽ ഈ വീക്കെൻഡ് ഓവർ ടൈം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റ് എത്രയാണ്? ₹6 ആണ്. ഡബിൾ ടൈം ആണ് അല്ലേ. അപ്പോൾ 3 × 2 6 ആണ്. അപ്പോൾ ആ 6 hours അതായത് 10,000 hours at ₹6 per hour ചെയ്യുമ്പോൾ അതായത് 10,000 × 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60,000. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്ന ആ ഒരു ആനുവൽ വേജസ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ആനുവൽ വേജസ് കിട്ടും. എത്ര വരുന്നുണ്ട്? 8 lakh ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ആനുവൽ വേജസ് ഫോർ പ്രീവിയസ് ഇയറിലെ ആനുവൽ വേജസ് ആണ് എത്ര വന്നിട്ടുള്ളത്? 8 lakh. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ആവറേജ് ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കാം. ആവറേജ് ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ആനുവൽ വേജസ് എന്ന് പറയുന്നത് 8 lakh ആണ്. അതിൻ്റെ അവേഴ്സ് എത്രയാണ്? 2,50,000 hours വർക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ആനുവൽ വേജ് എന്ന് പറയുന്നത് 8 lakh ആണ്. സോ 8 lakh ഡിവൈഡ് ബൈ 2,50,000 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് പെർ അവറിൽ കിട്ടുന്ന റേറ്റ് എത്ര നമുക്ക് കിട്ടും. അതായത് ഇത് നമുക്ക് ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് അതിലെ ഹവേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് 8 lakh ആണ് എമൗണ്ട്. അതിൻ്റെ ഹവേഴ്സ് വരുന്നത് 2,50,000. സോ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പെർ അവറിൽ കിട്ടുന്ന റേറ്റ് കിട്ടും. എത്ര റേറ്റ് കിട്ടുക? 3.20 ആണ് പെർ അവറിൽ നമുക്ക് കിട്ടുന്ന ആവറേജ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആവറേജ് ലേബർ കോസ്റ്റ് കിട്ടി 3.20 പെർ അവർ ആണെന്ത് നമുക്ക് കിട്ടുന്ന ആവറേജ് ലേബർ കോസ്റ്റ്. അപ്പോൾ ഈ ആവറേജ് ലേബർ കോസ്റ്റ് എന്തിനാണ് നമ്മൾ കണ്ടുപിടിച്ചത്? നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് സിറ്റുവേഷനിലാണ് ആവറേജ് റേറ്റ് നമ്മൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ഓവർ ടൈം റെഗുലർലി ത്രൂ ഔട്ട്, അതായത് ലേബർ ഷോർട്ടേജ് കാരണം കമ്പനി പോളിസീസ് പറയുകയാണ് ത്രൂ ഔട്ട് ദി ഇയർ നമ്മൾ എന്ത് ചെയ്യണം? റെഗുലർലി ഓവർ ടൈം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ആവറേജ് റേറ്റാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ എന്ത് കണ്ടുപിടിച്ചത്? ആവറേജ് റേറ്റ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ആവറേജ് റേറ്റ് കിട്ടി. ഓരോ ഈവനിങ് ഓവർ ടൈമും വീക്കെൻഡ് ഓവർ ടൈമൊക്കെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചെയ്യാം, നമ്മൾ ഓരോ സിറ്റുവേഷനിലേക്കും ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ. ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്? ഫസ്റ്റ് സിറ്റുവേഷൻ പറയുന്നത് ഓവർ ടൈം ഈസ് വർക്ക് റെഗുലർലി ത്രൂ ഔട്ട് ദ ഇയർ ആസ് കമ്പനി പോളിസീസ് ഡ്യൂ ടു ലേബർ ഷോർട്ടേജ് കാരണം കമ്പനി പോളിസീസ് പറയുകയാണ് എന്താണ്? ത്രൂ ഔട്ട് ദ ഇയർ റെഗുലർലി ഓവർ ടൈം വർക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമുക്ക് ലേബർ കോസ്റ്റ് വരുന്നത് നോക്കാം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ അതായത് റെഗുലർലി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഏതാ എടുക്കേണ്ടത്? ആവറേജ് റേറ്റാണ് എടുക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റിൽ. സോ നമ്മൾ ആവറേജ് റേറ്റാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആവറേജ് റേറ്റ് എത്രയാണ്? 3.20 പെർ അവർ ആണ് നമുക്ക് കിട്ടിയ ആവറേജ് റേറ്റ്. സോ ഓരോ ജോബിനും, അതായത് ജോബ് എക്സ്, ജോബ് വൈ, ജോബ് സെഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3.20 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ജോബ് എക്സിൽ വരുന്ന ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? അതായത് നോർമൽ ടൈമും ഈവനിങ് ടൈമും വീക്കെൻഡ് ഓവർ ടൈമും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് അവിടെ റേറ്റാണ് അവിടെ എടുത്തിട്ടുള്ളത്. അവേഴ്സ് എത്രയാണ്? നോർമൽ ടൈം 3,000, ഈവനിങ് ഓവർ ടൈം 300, വീക്കെൻഡ് ഓവർ ടൈം 100. അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് 3,400 കിട്ടുന്നുണ്ട്. അപ്പോൾ ജോബ് എക്സിൻ്റെ ഹവേഴ്സ് പറയുന്നത് 3,400 ആണ്. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ആവറേജ് റേറ്റ് ആയിട്ടുള്ള 3.20 പെർ അവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുന്നുണ്ട്? നമുക്ക് 10,880 ആണ് എന്ത് വരുന്നത്? ജോബ് എക്സിൻ്റെ വരുന്നത്. ഇനി അടുത്ത് വന്നത് ജോബ് വൈയുടെ എന്താണ്? ജോബ് വൈൻ്റെ വരുമ്പോൾ എത്ര വരുന്നുണ്ട്? നോർമൽ ടൈം 5,600, അതുപോലെ 50. ഇത് മൂന്ന് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 5,650 കിട്ടുന്നുണ്ട്. അതിനെന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ആവറേജ് റേറ്റ് ആയിട്ടുള്ള 3.20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? ജോബ് വൈയുടെ ലേബർ കോസ്റ്റ് അവിടെ കിട്ടുന്നുണ്ട്. ഇനി ജോബ് സെഡിൻ്റെ എങ്ങനെ വരണം? 4,000, അതുപോലെ അവിടെ നോർമൽ ടൈമും ഈവനിങ് ഓവർ ടൈം, വീക്കെൻഡ് ഓവർ ടൈം ഇല്ല, അത് മൂന്ന് തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 5,350 റുപ്പീസാണ്, 50 hours ജോബ് സെഡിൻ്റെ വരുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 3.20 പെർ അവർ, അതായത് ആവറേജ് ലേബർ കോസ്റ്റ് 3.20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? ജോബ് സെഡിൻ്റെ ലേബർ കോസ്റ്റ് കിട്ടി. അപ്പോൾ ജോബ് എക്സ്, ജോബ് വൈ, ജോബ് സെഡിൻ്റെ ഈ മൂന്ന് ജോബിൻ്റെയും ലേബർ കോസ്റ്റ് നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതായത് ഇത് ഏത് സിറ്റുവേഷനിലാണ് പറഞ്ഞിട്ടുള്ളത്? ലേബർ ഷോർട്ടേജ് കാരണം കമ്പനി പോളിസീസ് പറയാൻ റെഗുലർലി നമ്മൾ എന്ത് ചെയ്യണം? ഓവർ ടൈം എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ലേബർ കോസ്റ്റ്, അതായത് ആവറേജ് ലേബർ കോസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലേബർ കോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ മനസ്സിലായി. ഇനി അടുത്ത് പറയുന്നത് സെക്കൻഡ് സിറ്റുവേഷൻ എന്താണ്? വേർ ഓവർ ടൈം ഈസ് വർക്ക്ഡ് ഇറഗുലർലി ടു മീറ്റ് പാൻഡമിക് പ്രൊഡക്ഷൻ
റിക്വയർമെൻറ്റ്സ്, അതായത് സ്പാസ്മോഡിക് പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സ്, അതായത് ഏതെങ്കിലും ഇറഗുലർലി നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇറഗുലർലി എപ്പോഴും ചെയ്യേണ്ട, ആ ഒരു സമയത്ത് മാത്രം നമുക്ക് ഇത് ചെയ്താൽ മതി, ഓവർ ടൈം എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കണം ലേബർ കോസ്റ്റ് വരുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് നോർമൽ റേറ്റ് മാത്രം അവിടെ കൊടുത്താൽ മതി, എക്സ്ട്രാ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് അവിടെ നടത്തേണ്ട, നോർമൽ റേറ്റ് മാത്രം അവിടെ കൊടുത്താൽ മതി. അതൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോർമൽ റേറ്റ് കൊടുക്കുമ്പോൾ എത്രയാണ് നോർമൽ റേറ്റ്, ₹3 ആണ്, ബേസിക് റേറ്റ് 3 ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഓരോ ജോബിൻ്റെയും അവേഴ്സിനെ ആ ₹3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ജോബ് എക്സ് പറയുമ്പോൾ 3400 ആണ് ജോബ് എക്സിൻ്റെ സമയം, ഇത്രയും മണിക്കൂറാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ അതെന്താണ്, അതിനെ ഇൻറ്റു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ആണ് ബേസിക് റേറ്റ്. അപ്പോൾ നോർമൽ റേറ്റ് കൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ജോബ് എക്സിൻ്റെ ലേബർ കോസ്റ്റ് കിട്ടി. ഇനി ജോബ് വൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതേപോലെ 5650 കൊണ്ട് എന്ത് ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ജോബ് സെഡ് ആകുമ്പോൾ 5350 കൊണ്ട് എന്ത് ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് എന്താണ്, ബേസിക് റേറ്റ് ആണ്. ബേസിക് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി, ഈ മൂന്നിൻ്റെയും ജോബ് എക്സ്, ജോബ് വൈ, ജോബ് സെഡിൻ്റെ ലേബർ കോസ്റ്റ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേർ ഓവർ ടൈം ഈസ് വർക്ക്ഡ് സ്പെസിഫിക്കലി അറ്റ് ദ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ടു എക്സ്പെഡിറ്റ് ഡെലിവറി. അതായത് കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് പ്രകാരം നമുക്ക് ഡെലിവറി നടത്താൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഡെലിവറി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓവർ ടൈം വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന കോസ്റ്റ് എങ്ങനെയായിരിക്കും ലേബർ കോസ്റ്റ് വരുന്നത് നമുക്ക് നോക്കാം. ഈ സിറ്റുവേഷനിൽ ഇൻ ദിസ് കേസ് ഹോൾ ഓവർ ടൈം പേയ്മെൻറ്റ് ഷുഡ് ബി ചാർജ്ഡ് പെർട്ടിക്കുലർ ജോബ് ആസ് ഫോളോസ്. താഴെ പറഞ്ഞ ഇതിനെ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോന്നിലും, അതായത് ഓവർ ടൈം എടുക്കുന്ന സമയത്ത് ഈവനിങ് ഓവർ ടൈമിലും അതായത് വീക്കെൻഡ് ഓവർ ടൈമിലൊക്കെ നമ്മൾ റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷനിലാണ്. കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ എക്സ്ട്രാ ഓവർ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ജോബ് എക്സിൻ്റെ എടുക്കുമ്പോൾ, അതായത് ഇവിടെ വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. നമ്മൾ നേരത്തെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ജോബ് എക്സിനെയും ജോബ് വൈയും ജോബ് സൈഡിനെയും ഒക്കെ എല്ലാം കൂടെ ആഡ് ചെയ്തു. നോർമൽ ടൈം, ഈവനിങ് ഓവർ ടൈം, വീക്കെൻഡ് ഓവർ ടൈം ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തത്, അതിൻ്റെ ഹവേഴ്സ് എടുത്തത്. പക്ഷേ ഇവിടെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. നോർമൽ ടൈം എത്രയാണ്, എക്സിൻ്റെത് 3000 ആണ്. അപ്പോൾ 3000 എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നോർമൽ റേറ്റ് ₹3 ആണ്. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 9000 കിട്ടി. ഇനി നോർമൽ ടൈമാണ്. ഇനി ഈവനിങ് ഓവർ ടൈം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഈവനിങ് ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നോർമൽ റേറ്റ് പ്ലസ് എന്തുണ്ട്, ഒരു 1/3 കൂടെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. സോ അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ട് എത്രയാണ്, ഈവനിങ് ഓവർ ടൈം ₹4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 300നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്, 1200. ദെൻ വീക്കെൻഡ് ഓവർ ടൈം വന്നിട്ട് 100 ആണ്. വീക്കെൻഡ് ഓവർ ടൈം വർക്ക് ചെയ്താൽ അതിൽ കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് ഡബിൾ നോർമൽ റേറ്റ്, അതായത് നോർമൽ റേറ്റിൻ്റെ ഡബിൾ ആണ് എന്ത് കിട്ടുന്നത്, വീക്കെൻഡ് ഓവർ ടൈമിൽ നമുക്ക് കിട്ടുന്ന റേറ്റ്. അപ്പോൾ നോർമൽ റേറ്റ് 3 ആണ്, അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ ₹6 ആണ്. അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 100 × 6 ചെയ്യുമ്പോൾ 600. അപ്പോൾ ഇതാണ് ജോബ് എക്സിന്. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ എമൗണ്ട് ആണ് എന്ത്, ജോബ് എക്സിൻ്റെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ജോബ് വൈഡ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഇത് കാണിക്കണം. നോർമൽ ടൈം എത്രയാണ്, 5000 ആണ്. അപ്പോൾ 5000 പ്ലസ് 6, പിന്നെ പറയുന്നത് ഈവനിങ് ഓവർ ടൈം പറയുന്നത് 600 ആണ്. സോ 600 × 4, അതായത് 4 എന്താണ്, ഈവനിങ് ഓവർ ടൈമിലെ റേറ്റ്. ദെൻ ലാസ്റ്റ് 50 ആണ്. 50 × 6 ചെയ്യുക. 6 പറയുന്നത് എന്താണ്, അതിൽ ഡബിൾ ടൈം, അതായത് ഈ വീക്കെൻഡ് ഓവർ ടൈമിൽ വരുന്ന ഡബിൾ ടൈമാണ്. 6 ചെയ്യുമ്പോൾ 300. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ജോബ് വൈഡ് ലേബർ കോസ്റ്റ്. ദെൻ ലാസ്റ്റ് പറയുന്നത് എന്താണ്, ജോബ് സെഡിലെന്ന് പറയുമ്പോൾ ഹവേഴ്സ് 400ൽ ₹3 നോർമൽ റേറ്റ്. ദെൻ അടുത്ത് പറയുന്നത് എന്താണ്, 1050, അതായത് വീക്കെൻഡില്ല, ഈവനിങ് ഓവർ ടൈമിൽ വരുന്നത് ₹4 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ലാസ്റ്റ് 300 ആണ് ഹവേഴ്സ് വരുന്നത്. വീക്കെൻഡ് ഓവർ ടൈമിൽ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ₹6 ആണ്. അപ്പോൾ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1800. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ജോബ് സെഡിൻ്റെ ലേബർ കോസ്റ്റ്. അപ്പോൾ ഈ 3 സിറ്റുവേഷനിലും എങ്ങനെ ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കാൻ, അതായത് ഓവർ ടൈം ലേബർ കോസ്റ്റ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് റെഗുലറായിട്ട് നമ്മൾ ഈ ഓവർ ടൈം എടുക്കുമ്പോൾ എങ്ങനെ എന്ത് ചെയ്യണം, അതിൽ വരുന്ന ആവറേജ് ലേബർ കോസ്റ്റാണ് എടുക്കേണ്ടത്. പിന്നെ പറയുന്നത് ഇറഗുലർലി ഓവർ ടൈം, അതായത് ഓരോ ടൈമിനും എന്തെങ്കിലും ഇറഗുലർലി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അതിൽ നോർമൽ റേറ്റ് മാത്രമാണ് കൊടുക്കേണ്ടത്. ദെൻ ലാസ്റ്റ് വേണ്ടുള്ളത് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം എടുക്കുമ്പോൾ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഓരോ റേറ്റിനും, അതായത് ഓരോ വീക്കെൻഡിലും ഓവർ ടൈം എടുക്കണം. ഈവനിങ് ഓവർ ടൈം ആണെങ്കിൽ വീക്കെൻഡ് ഓവർ ടൈം, അതിനൊക്കെ സെപ്പറേറ്റ് റേറ്റ് കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, പ്രോബ്ലം നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.